നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ വന്നാൽ മാത്രമേ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നുള്ള വാശിയാണോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ എന്തിനാ അവിടെ വെച്ചിരിക്കുന്നേ? ഞാനിപ്പോ ഓർത്ത് അങ്ങോട്ട് വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ ഫയൽ അതുപോലെ വെച്ചേക്കുമായിരുന്നു അല്ലേ? ചെയ്യുന്ന ജോലിയോടെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നിങ്ങൾക്ക്? നാളെ അത് അപ്രൂവൽ എടുക്കേണ്ട അവസാന ദിവസമാ, അതറിയോ? ശരിയാക്കാമെന്ന് പറഞ്ഞാ പോരാ, നാളെ ശരിയാക്കിയിരിക്കണം, കേട്ടല്ലോ? ആരോടാ സാറേ ഇങ്ങനെ ചാടിക്കടിക്കുന്നത്? മനുഷ്യന് വെറുതെ ഓരോ ടെൻഷൻ ഉണ്ടാക്കി വെച്ചോളും. അങ്ങനെ അങ്ങ് പോയാലോ? ഒന്ന് നിക്ക് സാറേ. ടെൻഷൻ ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞത് എന്നെയാണോ? നിധി, നീ ഒന്ന് വെറുതെ ഇരുന്നേ. ആഹാ, സാർ ആകെ ചൂടിലാണല്ലോ. എങ്കിലേ സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നീ ഒന്ന് പോയേ. സന്തോഷിക്കാൻ പറ്റിയ ഒരു മൂഡിലൊന്നും അല്ല ഞാൻ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത് നിർമ്മലാന്റിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാ. പെറ്റമ്മയ്ക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന, മകന് സന്തോഷം കിട്ടുന്ന, ആ സന്തോഷത്തിൽ മരുമോൾക്ക് കൂടി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാന്ന് കരുതിയപ്പോ അത് കേൾക്കണ്ടെന്നാണെങ്കിൽ പിന്നെ പറ്റും. എന്താ കാര്യം? ഓ വേണ്ടെന്നേ, സാറ് വലിയ ദേഷ്യത്തിലല്ലേ. കുറെ ജോലിയും ചെയ്ത് തീർക്കാനുണ്ട്. സാറ് വയ്ക്കും. അല്ല, അമ്മയെ സംബന്ധിക്കുന്ന എന്തോ കാര്യമാണെന്നല്ലേ നീ പറഞ്ഞത്? ആണല്ലോ, പക്ഷേ ഗൗതം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടിയാ. അത് കേട്ടാ ഗൗതം വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യും. പല പരിപാടികളും ഈ സ്പോട്ടിൽ തന്നെ പ്ലാൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ കാര്യമില്ലല്ലോ, മൂഡ് ശരിയല്ലാത്ത ഒരാളോട് സ്വന്തം അമ്മയുടെ കാര്യമാണെങ്കിലും പറയുന്നത് ശരിയല്ല. നോക്ക്, എന്റെ മൂഡിന് ഒരു കുഴപ്പമില്ല. നീ വേഗം കാര്യം പറഞ്ഞു. ഗൗതം എന്നോട് ദേഷ്യപ്പെട്ടപ്പോ എന്റെ മൂഡ് പോയി, അതാ പ്രശ്നം. നിന്റെ മൂഡിന് ഒരു കുഴപ്പമില്ല. മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു വേണേ. അത് കൊള്ളാലോ. എന്റെ മൂഡ് എങ്ങനെയാണെന്ന് ഗൗതമാണോ തീരുമാനിക്കുന്നത്? എനിക്കിപ്പോഴേ വലിയ ദേഷ്യം. നിധി, ഒന്ന് പറ പ്ലീസ്. എനിക്കൊന്ന് റിലാക്സ്ഡ് ആവാതെ അത് പറയാൻ പറ്റില്ല. പണ്ടേ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓഹോ, എന്ത് ചെയ്താ കുഴപ്പം മാറ്റാൻ പറ്റും? എന്തോ എന്റെ കാലിനൊക്കെ വല്ലാത്തൊരു വേദന. കാലിലെ വേദന മനസ്സിന്റെ മൂടും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധം ഇല്ലെങ്കിൽ സാറ് പോവാൻ നോക്ക്. ആ കാര്യം പറയണ്ട കേട്ടോ. ബന്ധമുണ്ടെന്ന്. ബന്ധമുണ്ട്. ആര് പറഞ്ഞു ബന്ധമില്ലാന്ന്? സമ്മതിച്ചു, ബന്ധമുണ്ട്. ഇപ്പൊ കാലിലെ വേദന മാറ്റാൻ എന്ത് ചെയ്യണം അത് പറ. ഞാനേ ഈ കസേരയിലേക്ക് ഇരുന്നിട്ട് ടീപ്പോയിലേക്ക് കാലെടുത്ത് വെച്ചുതരാം. വിരലുകളിലെ ആ ഞൊട്ടേക്ക് ഒന്ന് ഒടിച്ചുവിട്. ഞാനൊന്ന് ഉഷാറാവട്ടെ. ഓഹോ, എന്നാലേ മേഡം ആ കാര്യം എന്നോട് പറയൂ അല്ലേ? ഞാനൊന്ന് റിലാക്സ്ഡ് ആവട്ടെ ചക്ക, എന്നാലല്ലേ പറയാൻ പറ്റൂ. ഓ ശരി ശരി, സമ്മതിച്ചു. ഇരിക്കാം അങ്ങോട്ട്. കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഞാൻ റിലാക്സ്ഡ് ആയി വരുന്നതേ ഉള്ളൂ. പൊട്ടിച്ചോ പൊട്ടിച്ചോ, അത് നടക്കട്ടെ. കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം. അതെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഗൗതം? ഓ, നീ അതിനും ശരി ഉത്തരം പറഞ്ഞാലേ താൻ കാര്യം പറയുള്ളൂ. ഈ ചോദ്യത്തിന് ഗൗതം ശരി ഉത്തരം പറഞ്ഞാൽ ഗൗതത്തിന് തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റും. എന്നാ ചോദിക്കും. നിർമ്മല ആന്റി ഇപ്പൊ പിറന്നാൾ ആഘോഷിച്ചിട്ട് എത്ര വർഷമായി കാണും? അതിപ്പോ അമ്മയോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്നാലും
വലിയ ബ്രില്യൻസ് ഒന്നും ഇല്ലാതെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്ക്. അമ്മയൊരു കേക്കൊക്കെ മുറിച്ച് അമ്മ പിറന്നാൾ ആഘോഷിച്ചിട്ട് എത്ര വർഷമായി കാണും? ഞാൻ തന്നെ പറയാം,